ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഒട്ടും തന്നെ എണ്ണയില്ലാതെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ 1/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഇനി ഒരു മിക്സറുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗി അല്ലെങ്കിൽ മുത്താറിപ്പൊടി എന്നൊക്കെ പറയും. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ മധുരത്തിന് പാകത്തിന് 1/2 കപ്പിൻ്റെ അടുത്ത്, 1/2 കപ്പ് മുഴുവൻ എടുത്തിട്ടില്ല, ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പൊടിച്ച ശർക്കര ഏതാണെന്ന് എന്നോട് എല്ലാ വീഡിയോയിലും ഓരോരുത്തർ ചോദിക്കാറുണ്ട്. ഞാൻ പാരീസിൻ്റെ ജാഗരി പൗഡറാണ് ഉപയോഗിക്കാറ്. ഇതിൽ ഒട്ടും തന്നെ അഴുക്കൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ സാധാരണ ജീരകം, ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൽ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചോറ് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രാന്യൂൾസ് ആണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരിക. മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർക്കുന്നില്ല, കുറച്ചായി ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും തന്നെ ഉപയോഗിച്ചിരുന്നു. ഈ ഒരു പാകത്തിന് നല്ല പോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആ ഒരു മിക്സറിൻ്റെ ജാറ് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഒരു പാകത്തിനുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1-2 മണിക്കൂറിലാവും. അല്ലാന്നുണ്ടെങ്കിൽ 3 മണിക്കൂറോളൊക്കെ വെക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരണം. ഞാനിവിടെ ഏകദേശം 2 മണിക്കൂറിൽ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു പതയൊന്നും ഒരുപാട് ഇളക്കി കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ആവി കയറ്റി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിതുപോലെ കുഞ്ഞ് കറിപ്പാത്രത്തിലാണ് ഇത് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തന്നെ തയ്യാറാക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊന്ന് നല്ലപോലെ തന്നെ നെയ്യോ എണ്ണയോ തടവി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ഏകദേശം 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ദാ ഈ ഒരു പാകത്തിന് എല്ലാ പാത്രത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രങ്ങൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന ഉണക്ക മുന്തിരി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാദ്യമേ വെച്ച് കൊടുത്താൽ ആ ഒരു മുന്തിരി അങ്ങോട്ട് താണു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ടോട്ടലായിട്ട് 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്കാണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് നല്ലപോലെ ആവി കയറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ദാ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈം മാറും കേട്ടോ. അതിനനുസരിച്ചൊന്ന് ചെക്ക് ചെയ്യണേ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ അരികുകൾ ഒന്ന് വിടിയിച്ചതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്യുമ്പോഴേക്കും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ അത് ഡീമോൾഡായിട്ട് വന്നോളും. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള വട്ടയപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിനൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. അതുപോലെ ശർക്കര ഒഴിവാക്കിയിട്ട് വളരെ കുറച്ച് മധുരത്തിൽ ആ ഒരു കറി കൂട്ടി കഴിക്കുന്ന പാകത്തിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.